പോയിക്കോ, നമ്മളൊന്നും പോയിക്കോട്ടെ. അല്ല, ആരും കാണില്ലല്ലേ ഇരുട്ടത്ത്. അതെ, ഒന്ന് ലൈറ്റ് ഇടുവാ. ഞാൻ വരാൻ ഇത്തിരി വൈകിപ്പോയി. നിങ്ങളെല്ലാരും നേരത്തെ വന്നല്ലേ, കഷ്ടായി പോയി. ഒന്നും വിചാരിക്കല്ലേ. താനെന്താടാ എന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? എന്നെ മനസ്സിലായില്ലേ? പോയിക്കോട്ടെ. ആരായി പരിപാടി സംഘാടകര്? ആരാ? നിങ്ങളാ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ബാബു ഇവിടെ എങ്ങാനും വരൂച്ചാലും ഞമ്മ വരൂല. നിങ്ങളല്ലേ പറഞ്ഞ സ്ത്രീകഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ? അതെ, എന്താന്നറിയോ, ഞമ്മളെ വെട്ടുമുറുക്കി കോഴിലാണി വെക്കുന്നു പറഞ്ഞ് നടക്കുന്ന മൂപ്പര്. എന്താന്നോ, ഞമ്മളെ മുത്തപ്പാനെ നിക്കാഹ് വെച്ചോണ്ട് നമ്മന്റെ കെട്ടിയ മൂപ്പരിക്കാണെങ്കിൽ നമ്മന്റെ കെട്ടിയ മുത്തപ്പാനെ കണ്ണിന്റെ നേർക്ക് കണ്ടൂടാ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പുക്കാറുണ്ടാക്കിയിട്ടാ നമ്മള് മുത്തപ്പാനെ കെട്ടിയത്. അതിനിപ്പൊ ദേഷ്യം മുഴുവൻ ഞമ്മളോടാ. കാരണം എന്താ, മൂപ്പരെ ഉച്ചയിട്ട് കളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ. അതിന്റെ ദേഷ്യം. അതൊക്കെ പോട്ടെ. ഇവിടെ ഇപ്പൊ നിങ്ങളെല്ലാരും വലിയ പത്രാസിലാണല്ലോ കൊത്തിരിക്കണത്. നല്ല കുപ്പായിട്ടോ. ഇത് എവിടെ മേടിച്ചതാ? കോഴിക്കോട്ടങ്ങാടിന്നാ? എന്താ നിങ്ങൾ ചിരിക്കണ്? ഇത് നമ്മൾ പെണ്ണുങ്ങൾ വിശേഷം പറഞ്ഞതാട്ടോ. നമ്മൾ ഒന്ന് ഇച്ചരിക്കൊന്നും കിട്ടൂലാട്ടോ. നല്ല അന്നം കൊടുത്തിട്ട് വരണം എന്നുണ്ടേനി. ഒരുപാട് ആൾക്കാർക്ക് കൂടുന്ന സ്ഥലല്ലേ. അതെങ്ങനെയാ? ചായ മക്കാനിന്ന് ചടുപ്പൊക്കെ പറഞ്ഞ ചാടിപ്പാലിന് വന്നതല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ. നമ്മൾ ആൾക്കാർക്ക് എവിടെ പോയി? പാത്തുമത്താത്തയും സാറാമയും സുഹറയും നാരായണിയും. സത്യം പറയാലോ, നമ്മൾ ഇന്നേ വരെ ഒന്നിച്ചൊന്നും കൂടിയിട്ടില്ല കേട്ടോ. അല്ല, അതാരും അവിടെ കുത്തിരിക്കണേ? ആനവാടി രാമനാരല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. പൊൻകുരിശത്തോമയും എട്ടുകാലി മമ്മൂഞ്ഞും. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടത്തേക്ക് വന്നേ? ആരും ക്ഷണിച്ചോ നിങ്ങളിങ്ങോട്ട്? ഇവിടെ നിന്ന് നമ്മൾ പെണ്ണുങ്ങൾ മാത്രം ഒന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചോ? വെറുതെ ഒന്നുമല്ല, ഇവര് ക്ഷണിച്ചിട്ടാ. ഒന്ന് പറഞ്ഞു കൊടുക്കിന്ന്. അല്ല മുത്തപ്പ, നിങ്ങളും വന്നോന്ന്? ഞമ്മൾ പറഞ്ഞതല്ലേ ഞമ്മൾ ഒറ്റക്ക് വന്നോളാന്ന്. വെറുതെ ബസ്സിന്റെ പൈസ കൊണ്ടേ കാട്ടിക്കണ്ടേ.